ധനമന്ത്രി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിലേക്ക്. ഇപ്പോൾ 8:50 നിയമസഭാ സാമാജികർ സഭയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബജറ്റ് അവതരണത്തിനുള്ള സമയമാണ്. 10 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. ധനമന്ത്രി സഭയിൽ എത്തുകയാണ്. 9 മണിക്ക് ബജറ്റ് അവതരണം ആരംഭിക്കും. എന്തായിരിക്കും KN ബാലഗോപാലിൻ്റെ ഈ അവസാനത്തെ ഫുൾ ബജറ്റിൽ ഉള്ളത് എന്നാണ് നമ്മൾ അറിയാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഔദ്യോഗിക വസതിയായ പൗർണമിയിൽ നിന്നും ബജറ്റ് അവതരണത്തിനായി മന്ത്രി പുറപ്പെട്ടു. ഇനി 9 മണിക്ക് കൃത്യം 9 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഏറെ പ്രതീക്ഷകളോടെയാണ്. വളരെ നിർണായകമായ ബജറ്റാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളും ഒപ്പം വലിയ വെല്ലുവിളികളുമുള്ള ബജറ്റ് തന്നെയാണ് ഇത്തവണത്തേത്. തീർച്ചയായും വെല്ലുവിളി എന്ന് പറയുന്നത് സാമ്പത്തിക സാഹചര്യമാണ്. അതെ, പ്രതീക്ഷ എന്ന് പറയുന്നത് സർക്കാരിന് ഡെലിവർ ചെയ്യാനുള്ള ഏറ്റവും നിർണായകമായ വർഷമാണ് 2025 എന്നുള്ളതാണ്. 2026 ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനു മുമ്പ് ജനങ്ങളുടെ മോശം അഭിപ്രായമെല്ലാം മാറ്റി ഒരു ഭരണാനുകൂല തരംഗം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ കീ ഇരിക്കുന്നത് ധനമന്ത്രിയുടെ കയ്യിലാണ്. ക്ഷേമ പെൻഷൻ ഉയർത്തുമോ എന്ന ഒരു സഭയിൽ നിന്ന് നമുക്കിപ്പോൾ അമൽ തേനമ്പറമ്പിൽ കൂടെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, സഭയിൽ എന്താണ് ഇപ്പോൾ ബജറ്റ് അവതരണം കൃത്യം 9 മണിക്ക് തന്നെ ആരംഭിക്കുമല്ലോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഭിലാഷമൂർത്തി പറഞ്ഞതുപോലെ തന്നെ വലിയ ആകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. മന്ത്രിമാർ ഓരോരുത്തരായി കടന്നു വരികയാണ്. ഇനിയിപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ KN ബാലഗോപാൽ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് മുന്നിൽ കാണുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇറങ്ങും സ്പീക്കർ മന്ത്രിമാർ കടന്നു പോകുന്ന വഴിയാണ്. അവിടേക്ക് ഇറങ്ങി അല്പസമയങ്ങൾക്കകം തന്നെ അമൽ തേനമ്പറമ്പിലൂടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഭയിൽ അംഗങ്ങൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. കൃത്യം 9 മണിക്ക് ബജറ്റ് അവതരണം, അതിനായി കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സഭാ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. വരുന്ന 8 മിനിറ്റുകൾക്കുള്ളിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ഈ സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. എന്തൊക്കെയാകും അദ്ദേഹത്തിൻ്റെ ഊന്നൽ മേഖലകൾ? കഴിഞ്ഞ തവണ സൂര്യോദയ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടായിരുന്നുവെങ്കിൽ ഈ തവണ എന്താകും ഊന്നൽ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. നിയമസഭയിലേക്ക് ധനമന്ത്രി എത്തുകയാണ്. ബജറ്റ് അവതരണത്തിനായി ഇപ്പോൾ ധനമന്ത്രി നിയമസഭയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ബജറ്റ് അവതരണത്തിന് ഇനി ഏകദേശം ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നിയമസഭയിൽ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ധനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ബജറ്റിൽ എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷയോടെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വയനാടിനായി പ്രത്യേക പാക്കേജ്, കേന്ദ്ര സഹായം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളയുടെ ഇവിടുത്തെ മ്യൂസിയത്തിലെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതാ ബജറ്റ് അവതരണം ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്നു.